കോൺഗ്രസിൽ മഞ്ഞുരുകുന്നു. ഒടുവിൽ അലോഷ്യസ് സേവ്യറെ കാണാൻ മുഖ്യമന്ത്രി. കൂടിക്കാഴ്ച ഉടൻ. ഗവൺമെന്റ് പ്ലീഡർ വിവാദത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകിയിരുന്നു. നേരത്തെ പരാതിപ്പെടാനെത്തിയിട്ട് മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ലെന്നായിരുന്നു KSUവിൻ്റെ പ്രധാന പരാതി. കൊച്ചിയിലെ SH കോളേജിൽ നടന്ന പരിപാടിക്കിടെ അലോഷ്യസ് സേവ്യറെ കണ്ടിട്ടും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ പോയത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അലോഷ്യസിന് മുഖ്യമന്ത്രി അവസരം നൽകുമോ എന്ന ചോദ്യമായിരുന്നു പോയ ദിവസങ്ങളിൽ ഉയർന്നത്. പ്ലീഡർ നിയമനത്തിൽ പരസ്യ പ്രതിഷേധത്തിന് വിലക്കുമുണ്ട്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശനുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് KSU പ്രസിഡന്റ് സമയം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. പരസ്യ പ്രതിഷേധം ഒഴിവാക്കണമെന്ന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. വിഷയത്തിൽ KSU നേതാക്കളോട് പ്രതികരണം നടത്താൻ പാടില്ലെന്ന് അലോഷ്യസ് സേവ്യർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേരിതിരിഞ്ഞുള്ള പോരിനെതിരെ വിമർശനം ശക്തമാണ്. വിവാദങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരായ വിമർശനത്തിന് പിന്നാലെ അനു VR-നെയും ജിൻഡോ ജോണിനെയും പാർട്ടി മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സതീശൻ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായർ KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയെ വിമർശിച്ചവർ വക്താക്കളായി തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് പാർട്ടിയിൽ രാജു P. നായരുടെ വിമർശനം. RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ KSUവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമാണ്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണെന്നാണ് KPCC വക്താവ് ജിൻഡോ ജോൺ പ്രതികരിച്ചിരുന്നത്. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന് സാരം. രാഷ്ട്രീയ അൾഷിമേഴ്സ് ബാധിക്കുന്നവരുടെ പട്ടേലരുടെ സെന്റിന്റെ മണം വിളമ്പുന്ന തൊമ്മിമാർ കൂടിയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം പോക്കാം. അനീതി പർവ്വങ്ങളുടെ ഇരുണ്ട കാലം താണ്ടി ആഗ്രഹങ്ങളുടെ കടലായി ആർത്തലച്ച് കാത്തിരിക്കുന്ന മനുഷ്യർക്ക് നീതി വേണമെന്നും അത് കഴിവതും നേരത്തെ വേണമെന്നും തോന്നാം. പക്ഷെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദർബാറുകളിൽ പടയാളികൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ് രാജശാസനമെന്നും ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.